എഡിജിപി വിവാദങ്ങളിൽ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി നിലനിൽക്കെ നിർണായക LDF യോഗം ആരംഭിച്ചു. ടി.പി. രാമകൃഷ്ണൻ കൺവീനറായതിനു ശേഷമുള്ള ആദ്യ യോഗത്തിൽ വിവാദങ്ങളിൽ സ്വീകരിച്ച നടപടികൾ മുഖ്യമന്ത്രി വിശദീകരിക്കും. വിവരങ്ങളുമായ ശാലിനി ചേരുകയാണ്. ശാലിനി, യോഗ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് എഡിജിപി വിഷയത്തിലടക്കം PV അൻവറിന്റെ വെളിപ്പെടുത്തലടക്കം വലിയ വിവാദങ്ങളിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് യോഗ നടപടികൾ പുരോഗമിക്കുന്നത് എന്നത് എത്രത്തോളം നിർണായകവുമാണ്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ ഒരു യോഗമാണ് ഇപ്പോൾ AKG സെന്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാദ വിഷയങ്ങളിൽ CPM കടുത്ത പ്രതിരോധത്തിലായി നിൽക്കുകയും സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പലവിധ ചോദ്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിർണായകമായിട്ടുള്ള ഇടതുമുന്നണി യോഗം ഇപ്പോൾ AKG സെന്ററിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇടതുമുന്നണിയുടെ കൺവീനറായി LDFന്റെ കൺവീനറായി TP രാമകൃഷ്ണൻ എത്തിയതിനു ശേഷമുള്ള ആദ്യ യോഗം കൂടിയാണ് ഇപ്പോൾ AKG സെന്ററിൽ പുരോഗമിക്കുന്നത്. വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഈ യോഗത്തിൽ സംസാരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്നിലധികം വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനമായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് CPMനെ എടുത്ത കടുത്ത പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇടതുമുന്നണിയിലെ വിവിധ ഘടകകക്ഷികൾ രംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ADGP MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അടക്കം നീക്കിക്കൊണ്ട് പൂർണ്ണമായും മറ്റൊരാളെ കൊണ്ടുവരണമെന്നതടക്കമുള്ള വിഷയങ്ങൾ ഇടതുമുന്നണി യോഗത്തിൽ ഉയരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. CPI അടക്കമുള്ള മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളടക്കം ഈ വിഷയം പല ഘട്ടങ്ങളിൽ ഉയർത്തിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഇടതുമുന്നണിയുടെ ഔദ്യോഗിക യോഗം ചേരുന്നത് തൊട്ടു മുൻപ് തന്നെ MV ഗോവിന്ദനുമായി CPI സംസാരിച്ചു, കൂടിക്കാഴ്ച നടത്തി, ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് CPI ഈ ഒരു ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മുന്നണി യോഗത്തിന് മുൻപ് MV ഗോവിന്ദനെ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനോയ് വിശ്വമാണ് ഇക്കാര്യം ഔദ്യോഗികമായി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തുടക്കം മുതൽ തന്നെ MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കണം, ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്ന ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP അത് സ്ഥാനത്ത് തുടരുന്നൊരു യോഗ്യനല്ല എന്നുള്ളതായിരുന്നു CPM നിലപാട്. സമാനമായ നിലപാട് ഇപ്പോൾ RJDയും NCPയും ഒക്കെ തന്നെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെ എങ്ങനെ മയപ്പെടുത്തി അല്ലെങ്കിൽ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതടക്കമുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും മറുപടിയും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഭരണകക്ഷിയായിട്ടുള്ള ഒരു MLAയുടെ ഭാഗത്ത് നിന്ന് തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് MR അജിത് കുമാറിനെ ചോദ്യമുനയിൽ അദ്ദേഹം നിർത്തുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു സമീപനമുണ്ട്. ഇതൊക്കെ എങ്ങനെ മറികടന്ന് മുന്നോട്ട് പോകാം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായ വലിയ രീതിയിലുള്ള പിടിച്ചുകുലക്കലുകൾ, ഒപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് പാർട്ടിയോട് നേരിട്ട് പരാതി പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടും ഭരണകക്ഷി MLA കൂടിയായിട്ടുള്ള PV അൻവർ രംഗത്തെത്തുന്നത്. ആ സാഹചര്യം എങ്ങനെ മറികടന്ന് വിവാദങ്ങളിൽ നിന്ന് തലയൂരി മുന്നോട്ട് പോകാം എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ചർച്ചയിൽ ഉണ്ടാകുക. പക്ഷേ അവിടെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെ മയപ്പെടുത്തി നിർത്താൻ സർക്കാരിനാകുമോ അല്ലെങ്കിൽ CPMന് കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഈ ഇപ്പോൾ യോഗത്തിന് മുൻപ് പ്രതികരിച്ച നേതാക്കന്മാരൊക്കെ അവിടെ മയപ്പെട്ട് നിൽക്കുമോ, അതോ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും ചർച്ച പരാജയത്തിലേക്കും പോയി പുറത്തേക്ക് നേതാക്കന്മാർ വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും TP രാമകൃഷ്ണൻ LDFന്റെ കൺവീനറായി ചുമതലയേറ്റ ശേഷം ആദ്യ യോഗം ഇപ്പോൾ ഔദ്യോഗികമായി AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പുറത്ത് സംസാരിച്ചിട്ട് പോയ നേതാക്കന്മാരൊക്കെ തന്നെ യോഗത്തിനുള്ളിൽ ഏത് രീതിയിൽ പ്രതികരിക്കും, പുറത്തേക്ക് വരുമ്പോൾ അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ കാര്യങ്ങൾ വിരൽ ചൂണ്ടപ്പെടുന്നു. PV അൻവറിന്റെ P ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. ഒപ്പം ഈ CPMനുള്ളിൽ മുഖ്യമന്ത്രിക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് ഘടകകക്ഷികൾക്കിടയിലടക്കം ഉണ്ടാകുന്നുണ്ട്. CPIയുടെ തുറന്നു പറച്ചിൽ, വിനോയ് വിശ്വത്തിൻ്റെ തുറന്നു പറച്ചിലുള്ള വിമർശനങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പാർട്ടിക്കുള്ളിൽ CPMനുള്ളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി ഈ വിവാദങ്ങളടക്കം സ്വീകരിച്ച നടപടികൾ ഈ ഒരു യോഗത്തിൽ വിശദീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ?
സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് CPIയുടെ രാവിലെയാണ് CPIയുടെ അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. ഈ അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടായൊരു തീരുമാനമാണ് ADGPക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണം, കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളത്. അത് തന്നെയാണ് അവൈലബിൾ യോഗത്തിന് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് വ്യക്തമാക്കി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുമുള്ളത്. അതിലെന്ത് തീരുമാനം നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഇടതുമുന്നണി യോഗത്തിന് ശേഷം അറിയേണ്ടത്. CPM മാത്രമല്ല, അല്ലെങ്കിൽ CPI മാത്രമല്ല, വലിയ രീതിയിൽ വിമർശനങ്ങൾ ADGPക്ക് നേരെ ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങൾ പൊതുഘട്ടത്തിൽ ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിലാണ് അടിയന്തരമായിട്ടുള്ള ഇടതുമുന്നണിയുടെ യോഗം ഔദ്യോഗികമായി ഇപ്പോൾ AKG സെന്ററിൽ പുരോഗമിക്കുന്ന. യോഗത്തിന് ശേഷം ഏത് തരത്തിലുള്ള നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ നിർണായകമാണ്. LDFന്റെ പുതിയ കൺവീനറുടെ സ്ഥാനത്തു നിന്നുണ്ടാകുന്ന പരാമർശങ്ങളും ഏറെ പ്രധാനമാണ് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും നിർണായകമായിട്ടുള്ള യോഗം AKG സെന്ററിൽ പുരോഗമിക്കുകയാണ്. വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഭരണകക്ഷിയായിട്ടുള്ള MLA തന്നെ ഉന്നയിച്ച വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ, ഒപ്പം തന്നെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വരും. ഇതിലൊക്കെ തന്നെ മുഖ്യമന്ത്രി ഈ യോഗത്തിൽ മറുപടി നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മറുപടി തൃപ്തകരമല്ല എങ്കിൽ ഘടകകക്ഷിക്കുള്ളിൽ ഉണ്ടാകുന്ന ഭിന്നത, ആ വിഭാഗീയത അത് മറനീക്കി കുറച്ചുകൂടി പുറത്തേക്ക് വരുമെന്നുള്ളതിൽ സംശയമില്ല. ഔദ്യോഗികമായി യോഗത്തിന് കയറുന്നതിന് മുൻപ് NCPയുടെയും ഒപ്പം തന്നെ RJDയും ഒക്കെ പ്രതിനിധികൾ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള പ്രതികരണമായിരിക്കുമോ ഉണ്ടാവുക, അതോ യോഗത്തിൽ അവർ തടുത്ത പ്രകൃതമായിരിക്കുമോ കാഴ്ചവെക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിർണായകമായ യോഗം അടുത്ത മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ്. യോഗത്തിന് ശേഷം ഔദ്യോഗികമായ LDF കൺവീനറുടെ വാർത്താ സമ്മേളനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അതിലടക്കം വിശദമായ വിശദീകരണങ്ങൾ LDFന്റെ പുതിയ കൺവീനറുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതകളും കൂടിയുണ്ട്. സുരേഷ്, ശരിയാണ്, യോഗ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ഇന്നത്തെ യോഗം. തിരുവനന്തപുരത്തിന് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.